സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയ SUCI നേതാക്കൾ. സമരത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് രാഹുലിനെ സ്വീകരിച്ച് ആനയിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു സമാപന സമ്മേളനത്തിലെ ഉദ്ഘാടകൻ. ലൈംഗിക പീഡന കേസിലും ഗർഭചിത്ര കേസിലും പ്രതിയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിച്ച് ആനയിക്കുകയായിരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിലെ SUCI സമരക്കാർ. സമരത്തിന്റെ സമാപന വേദിയിലായിരുന്നു രാഹുലിനെ സ്വീകരിച്ചത്. എന്നാൽ VD സതീശൻ സമരപ്പന്തലിൽ എത്തുന്നതിന് തൊട്ടു മുൻപേ രാഹുൽ വേദിയിൽ നിന്ന് പോയി. മാത്രമല്ല, ചോദ്യങ്ങൾക്ക് മുന്നിൽ രാഹുൽ ക്ഷുഭിതനായി. രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്ന് ഒരടിസ്ഥാനമില്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായി പ്രതിപക്ഷ നേതാവായിരുന്നു ആശാസമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. എന്റെ ചങ്ങാതി നിങ്ങളുടെ രാഹുൽ പോയതിന് പിന്നാലെ സതീശൻ സമരപ്പന്തലിലെത്തി. ഇരുവരും ഒന്നിച്ച് വേദി പങ്കിടാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരുതരം ഒളിച്ചുകളി. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് SUCIയുടെ സമരനാടകത്തിന്റെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടകനായത്. BJP നേതാവ് VV രാജേഷ് അടക്കമുള്ള ഐക്യമുന്നണി നേതാക്കളും വേദിയിൽ അണിനിരന്നു. ഇതോടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ SUCIയുടെ രാപ്പകൽ സമരം അവസാനിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.